കൊള്ളില്ല. ആ കഥയുടെ പ്രശ്നമാണ്. കഥ ഒരു വകയ്ക്ക് കൊള്ളാത്തൊരു കഥ. പിന്നെ ഇങ്ങനെയൊക്കെയോ അവർ ആ കഥയെ ഈ സിനിമ അങ്ങ് കൊണ്ടുപോകുന്ന ഒരു അഭിനേതാക്കളുടെ പ്രശ്നമൊന്നുമല്ല, കഥയുടെ പ്രശ്നം. കഥ വമ്പൻ ഫ്ലോപ്പ് കഥ. ഇതെങ്ങും ഓടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഫാൻസുകാരുടെ ഇടയിലാണിരുന്നത്. അവരെല്ലാം നല്ല ഉറക്കമായിരുന്നു. ആവശ്യത്തിന് അനാവശ്യം കുറേ പാട്ടുകളുണ്ട് ഈ സിനിമയിൽ. 8-10 പാട്ടുണ്ട്. പക്ഷേ ഈ ആസ്ഥാനത്തൊക്കെയുള്ള ഇങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരു സീൻ ബൈ സീൻ ഇടയ്ക്കിടയ്ക്ക് പാട്ട് ഇടുന്നുണ്ട്. മഹിമയ്ക്കൊന്നും അതിലൊരു പ്രാധാന്യമൊന്നുമില്ല. അതിൽ ബാബുരാജ്, ഷെയ്ൻ അവർക്കൊക്കെയാണ് ഒരു പ്രാധാന്യം. പക്ഷേ കഥയുടെ ഒരു പ്രശ്നം കൊണ്ടുള്ള ഇതേ ഉള്ളൂ. ഒരു പ്രതീക്ഷയും വേണ്ട. പക്ഷേ പ്രൊമോഷനൊക്കെ ഭയങ്കര പ്രൊമോഷനൊക്കെ ആയിരുന്നു. പക്ഷേ എന്തോ കഥ കൊള്ളത്തില്ല. അതാ പ്രശ്നം. എന്തായാലും ഫ്ലോപ്പായിരിക്കും. ഒന്നുമില്ല. പിന്നെ പാട്ടിൻ്റെ അതിപ്രസരം എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റും ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് അവരെ തന്നെ ഈ ഫാൻസിൻ്റെ ഇടയിലാണ് ഇരുന്നത്. അവരൊക്കെ തലയിൽ കൈവച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അവർ ഫാൻസുകാരായി പോയില്ല. അവർക്കൊന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എങ്ങനെ ഇൻ്റർവെല്ലിൽ തന്നെ പോന്നാലോ എന്ന് വിചാരിച്ചാണ്. പിന്നെ പൈസ കൊടുത്ത് കയറിയതല്ലേ. അതുകൊണ്ട് പിന്നെ കണ്ടേ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിൽ എടുത്ത് പറയത്തക്കതായിട്ടുള്ള ഒരു ഇതുമില്ല. നിങ്ങൾ ഇടണ്ട, നെഗറ്റീവ് ഒന്നും ഇടരുത്. കാരണം കാണുന്നവർ കണ്ടോട്ടെ. ഈ പറഞ്ഞ പോലെ അത്രയേ ഉള്ളൂ. എന്നാൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊന്നുമില്ല പോസിറ്റീവായിട്ട് പറയാൻ ഒരു വകയില്ല. കേട്ടോ, എൻ്റെ ഫാൻസുകാർ ഇറങ്ങി വരും, അവരോട് ചോദിക്കാം കേട്ടോ. ബ്രോ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ലാസ്റ്റ് കണ്ട 2 പടങ്ങളും അത്ര തന്നെ പ്രതീക്ഷ അത്ര എത്തിയില്ല. പക്ഷേ ഈ പടം വളരെ നന്നായിട്ടുണ്ട്. സീരിയസ്ലി സെയിങ്. കാരണം ഈ പടത്തിനകത്ത് അവിടെ ഷെയ്ൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റായിട്ടുള്ള കാര്യം, 3 പ്രണയം, അതെങ്ങനെ സിനിമയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ ഫണ്ണി ആയിട്ട് അതിൻ്റെ ആ എസെൻസ് ചോരാതെ തന്നെ ആ ഫിലിമിൽ അവരൊക്കെ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ മോശം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. വളരെ ഒരു ഫ്ലോയിൽ പോകുന്ന പടമാണ്. എന്തുകൊണ്ടും തിയേറ്ററിൽ ഇങ്ങനെ ഫാമിലിയായിട്ട് കാണണം. കാരണം ഈ സിനിമയിൽ പറയുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, അത് വളരെ റെലവൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ സോഷ്യലി ഒരു വലിയൊരു മെസ്സേജ് സിനിമ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും പടം കാണണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോശം എന്ന് പറയാനായിട്ട് ഒന്നും തോന്നിയില്ല. ഒരു 2 hours 15 minutes നിങ്ങൾക്ക് ഫാമിലിയായിട്ട് വന്ന് ഈ സിനിമ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് വളരെ ഫണ്ണി ആയിട്ട്, എന്നാൽ അധികാരുടെ പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് എഴുതി വേണം പറയാമല്ലോ, കോമഡി എങ്ങനെ വേണം. പക്ഷേ മറ്റൊരാളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാതെ വളരെ കൺവിൻസിങ് ആയിട്ട് വളരെ ഒരു നല്ലൊരു ഫ്ലോയിൽ ഈ പടം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡയറക്ടർ എല്ലാവരും നന്നായിട്ടുണ്ട് ബ്രോ, ഇഷ്ടപ്പെട്ടു. ബാബുരാജ് ആണെങ്കിലും നമ്മുടെ രഞ്ജി പണിക്കർ അദ്ദേഹമാണെങ്കിലും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഷൈൻ ടോം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഷൈൻ ടോം എന്താ പറയുക, പതിപോലെ തന്നെ പുള്ളിക്കൊരു വ്യത്യസ്തമായൊരു വേഷം. പുള്ളി ഇപ്പോൾ ചെയ്യുന്ന പടങ്ങളിലെല്ലാം പുള്ളിക്ക് എന്താ പറയുക, ഡിഫറെൻറ്റ് അറ്റംപ്റ്റാണ് എല്ലാം. കിട്ടുന്ന വേഷങ്ങളെല്ലാം എന്തെങ്കിലും ഒരു വ്യത്യസ്തതയുണ്ട്. ഇതിലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. പടം നൈസ് പടമാണ്. കോമഡി ഉണ്ട്, പിന്നെന്താ പറയുക, റൊമാൻസ് ഉണ്ട്, എല്ലാ എലമെൻസും ഉണ്ട്. നൈസ് പടം. ഓക്കെ. മഹിമയുടെയും ഷെയ്ൻ്റെ അല്ലേ, നല്ല രസമുണ്ട്, കൊള്ളാം. ആ പെയർ കൊള്ളാം. ഇനിയും ആ ഒരു പെയർ വന്നാലും പ്രേക്ഷകർ സ്വീകരിക്കും. കൊള്ളാം, നല്ല കോംബോ കൊള്ളാം അവരുടെ. ഇപ്പോഴത്തേക്ക് സാധനം പടത്തിൻ്റെ സ്റ്റോറി ലൈൻ തന്നെയാണ്. അവർ സ്റ്റോറി സെറ്റ് ചെയ്തേക്കുന്നൊരു നല്ല രസമുണ്ട് പടം. കാര്യം എന്താ പറയുക, നമുക്ക് ബോറോ ലാഗോ ഒന്നുമില്ല. നല്ല രസകരമായിട്ട് ഇത് കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. അതായത് എന്താ പറയുക, പ്രണയം, കോമഡി, സെൻറ്റിമെൻറ്റ്സ് ഇതെല്ലാം കറക്റ്റായിട്ട് രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ 3 എലമെൻറ്റ്സ്, അതായത് പ്രണയം, എന്താ പറയുക, കോമഡി, സെൻറ്റിമെൻറ്റ്സ്, ഇത് 3 ഒരു സിനിമയിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടാവും. പക്ഷേ ഇത് അവർ കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 എങ്ങനെ പ്രേക്ഷകരുടെ ഒരു പൾസ് അറിഞ്ഞ് സെറ്റ് ചെയ്തെന്ന് പറയാം. നല്ല പടമാണ്, നല്ല നൈസ് പടം.